മുണ്ടക്കൈ ദുരിതബാധിതർക്ക് ടൗൺഷിപ്പ് ഒരുക്കുന്ന കൽപ്പറ്റ എൽസ്റ്റൺ എസ്റ്റേറ്റിലെ തൊഴിലാളികളോട് 2 ദിവസത്തിനകം ഒഴിഞ്ഞുപോകാൻ ഉടമകളുടെ നോട്ടീസ്. 70ഓളം കുടുംബങ്ങൾക്ക് ലയങ്ങളിൽ നിന്ന് മാറേണ്ടിവരും. കുടിയിറക്കുന്നതിനെതിരെ സർക്കാർ ഇടപെടണമെന്ന് തൊഴിലാളികൾ മീഡിയ വണ്ണിനോട് പറഞ്ഞു. കൽപ്പറ്റയിലെ എൽസ്റ്റൺ എസ്റ്റേറ്റിലെ ലയങ്ങളിൽ കഴിയുന്ന 70ഓളം കുടുംബങ്ങളിൽ 15 പേർക്കാണ് ഒഴിഞ്ഞുപോകാൻ ആവശ്യപ്പെട്ട നോട്ടീസ് ലഭിച്ചത്. ജനിച്ചു വളർന്ന സ്ഥലത്ത് നിന്ന് മാറിയാൽ പോകാനൊരിടവുമില്ലെന്നും ആശങ്കയിലാണ് എന്നും തൊഴിലാളികൾ പറഞ്ഞു. ഞങ്ങൾക്കൊരു ആനുകൂല്യമില്ല. ഞങ്ങൾ തലമുറയായി ജീവിക്കുന്ന ഒരു മണ്ണിൽ നിന്ന് ഞങ്ങളെ പിടിച്ച് പറിച്ച് പുറത്തേക്ക് ഇടുന്ന പോലെയാണ് ഇപ്പോൾ ഈ ഒരു സംഭവം നടക്കുന്നത്. എന്നാൽ തങ്ങളെ കുടിയിറക്കാനുള്ള മാനേജ്മെന്റ് നടപടിക്കെതിരെ സർക്കാർ ഇടപെടണമെന്നും മുണ്ടക്കൈ ദുരിതബാധിതരുടെ പുനരധിവാസത്തെ തങ്ങൾ സ്വാഗതം ചെയ്യുന്നുവെന്നും കുടുംബങ്ങൾ പറഞ്ഞു. ഏറ്റെടുക്കുന്നതിനും പുനരധിവാസത്തിനൊന്നും ഞങ്ങൾ എതിരല്ല. ഈ തൊഴിലാളികളുടെ കാര്യത്തിന് എന്താണ് തീരുമാനം കൈക്കൊണ്ടിട്ടുള്ളത്? ഈ വിഷമത്തിനൊരു പരിഹാരം ഗവൺമെന്റും മാനേജ്മെന്റും എടുത്തിട്ടില്ലെങ്കിൽ ഇവിടെ കല്ലിടൽ കല്ലിടൽ ഇതിനൊന്നും ഞങ്ങൾ എതിരായിട്ട് സമരരംഗത്തുണ്ടാവും. 90% ആളുകൾക്ക് മാറാനുള്ള സംവിധാനമില്ല മറ്റൊരു സ്ഥലത്ത് പോയി താമസിക്കാൻ. ഇപ്പോൾ മുണ്ടക്കൈ ചുരൽമല ഉരുൾപൊട്ടലിൽ ദുരന്തം അനുഭവിക്കുന്നവർക്ക് സർക്കാർ വാടക കൊടുത്തിട്ട് വീട് കൊടുക്കുന്നുണ്ട്. ഈ 48 മണിക്കൂർ കൊണ്ട് പോകാൻ പറഞ്ഞാൽ എവിടെ പോകാനാ? ബോണസ്, സെറ്റിൽമെന്റ്, പിന്നെ ഗ്രാറ്റുവിറ്റി 10-15 വർഷമായി PF അടച്ചിട്ട് ഞങ്ങൾക്ക് പെൻഷൻ എഴുതിയ പെൻഷൻ വരുന്നില്ല. ഇതൊക്കെയാണ് ഇപ്പോൾ ഇവിടുത്തെ സ്ഥിതി. മാനേജ്മെന്റ് നടപടിക്കെതിരെ സമരത്തിനൊരുങ്ങുകയാണ് തൊഴിലാളികൾ. മാനേജ്മെന്റ് സ്വയം തയ്യാറാവുകയോ സർക്കാർ ഇടപെടുകയോ ചെയ്ത് പ്രശ്നപരിഹാരം ഉണ്ടാക്കിയില്ല എങ്കിൽ ഞായറാഴ്ച മുതൽ സമരം ആരംഭിക്കുമെന്നും തൊഴിലാളികൾ പറഞ്ഞു. മീഡിയ 1 വയനാട്.